തമ്മിലുള്ള ബന്ധം ഘടിക്കുകയില്ല. കാരണം ഉപനിഷത്ത് പറയുന്നത്, വേദം പറയുന്നത് തത്വമസി എന്നാണെങ്കിൽ അങ്ങും എൻ്റെ മനസ്സും ഒന്നാണെങ്കിൽ, അപ്പം എൻ്റെ മനസ്സിന് അങ്ങയിലേക്ക് ഉയരാനുള്ള കഴിവുണ്ട്, എൻ്റെ മനസ്സിന് അങ്ങയിലേക്ക് എത്താനുള്ള ശക്തിയുണ്ട്, എൻ്റെ മനസ്സിന് അങ്ങയിലേക്ക് എത്താനുള്ള പ്രാപ്തിയുണ്ട്. പക്ഷേ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ശക്തിയെയും കഴിവിനെയും പ്രാപ്തിയെയും ഞാൻ മറന്നുപോയതൊക്കെ ഒന്ന് അങ്ങ് ഉണർത്തി തന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനെ എനിക്ക് അങ്ങയിലേക്ക് എത്തിച്ചേർക്കാൻ സാധിക്കും. അങ്ങനെ വേണ്ടുന്ന ഒരാൾ ഭഗവാനെ വേറെ രീതിയിൽ എന്നോട് വഴിതെറ്റിച്ചാലോ? അതുകൊണ്ട് ഞാൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കണോ, ആരാണോ ഭഗവാനിൽ നിന്ന് വല്ലതും ആശിക്കുന്നത്, യഹ ആശിഷ ആശാസേ, ആര് ഇതല്ലാതെ മറ്റു വല്ലതും ആശിക്കുന്നോ, ന ഭൃത്യ സ വൈ വണിക്, അവൻ ഭക്തനല്ല, അവൻ എന്ത് വിളിക്കണം? വണിക് എന്ന് വിളിക്കണം. വണിക് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരൻ അർത്ഥം. അവനൊരു കച്ചവട ഭക്തനാണ്. അപ്പം അതുകൊണ്ട് ഭാഗവതം ശരിക്കുള്ള ഭക്തൻ ഒരിക്കലും ഭഗവാനിൽ നിന്ന് ചോദിക്കുന്നവനായിട്ടല്ല കണക്കാക്കിയിരിക്കുന്നത്. മറ്റു വല്ല രീതിയിലും ഭഗവാന്റെ അടുത്ത് എന്ന് ചോദിക്കുന്നവരൊക്കെ ആരാണ്? കച്ചവടക്കാരാണ്. ഇനി നിങ്ങൾ പറയൂ, കൂടുതൽ അമ്പലത്തിൽ ആരാന്ന് പോകുന്നത്? ഒക്കെ കച്ചവടക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ മുന്നിൽ പറയണത്, വിടു മുന്നോട്ട് 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 നിൽക്കണ്ട, കച്ചവടക്കാരാണേ, ഒക്കെ കച്ചവടമാണ്. ഭഗവാനെ മകളുടെ കല്യാണം കഴിപ്പിച്ചു തന്നാൽ 100 രൂപയുടെ പായസം, ഒക്കെ ബിസിനസ്സാണ്. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് ഇത്ര തരാമെന്ന്. അതുകൊണ്ട് കുറേ ഭക്തന്മാരുണ്ടല്ലോ, കച്ചവട ഭക്തന്മാരാണ്. കുറേ ഭക്തന്മാർ യാചകന്മാരാണ്. കുറേ ഭക്തന്മാരുണ്ടല്ലോ ഭഗവാനോട് പോലും ഒന്നും ചോദിക്കാത്ത. അവർക്കറിയാം എനിക്ക് വേണ്ടത് ഭഗവാനാണ് എന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടത് ഭഗവാനെ തന്നെയാണെന്ന് ആർക്കറിയാം? അതാണ് കുചേലൻ ബ്രാഹ്മണനെ പോലുള്ള ഭക്തന്മാരെന്ന് പറയുന്നത്. ഭഗവാന്റെ മുന്നിൽ പോലും എത്തിയിട്ട് പോലും തൻ്റെ കയ്യിലിരിക്കുന്ന അവിൽക്കിഴി ഭഗവാന് കൊടുക്കാതെ നിൽക്കുമ്പോൾ കുചേല ബ്രാഹ്മണൻ അറിയാം, ഈ അവിൽക്കിഴി കൊണ്ടൊന്നും തൃപ്തനാവുന്നതല്ല ഭഗവാൻ. ഭഗവാൻ തൃപ്തനാവുന്നത് എൻ്റെ മനസ്സിൻ്റെ സമർപ്പണം കൊണ്ടാണെന്ന്. അത്ര ബോധ്യമാണ് എന്ന് പറയാണ്. മനസ്സിലാവുണ്ടല്ലോ? അപ്പം നമ്മൾ അങ്ങനെയുള്ള ഭക്തന്മാരായി തീരണം. വിവേകാനന്ദ സ്വാമികൾ പറയും, യാചനാഭക്തിയും അതുപോലെ തന്നെ ഈ കച്ചവട ഭക്തിയും വിട്ട് നമ്മളൊക്കെ ചക്രവർത്തിമാരായി തീരണം എന്നാണ്. ഭക്തിയുടെ ചക്രവർത്തിത്വം എന്ന് പറഞ്ഞാൽ നാം നമ്മളെ തന്നെ സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്തി. ഇതെനിക്ക് വിവേകാനന്ദ സ്വാമികളുടെ വാക്കാണ്. ഇതെനിക്ക് കാണാൻ സാധിച്ചത് ഭാഗവതത്തിലെ ഗോപികമാരിലൂടെയും, അതുപോലെ തന്നെ എനിക്ക് കാണാൻ സാധിച്ചത് മഹാബലിയിലൂടെയും, അതുപോലെ എനിക്ക് കാണാൻ സാധിച്ചത് കുചേല ബ്രാഹ്മണനിലൂടെയാണെന്നാണ്. അവരെ കണ്ടല്ലോ, അവരെ തന്നെ അങ്ങോട്ട് ഭഗവാന് സമർപ്പിച്ച ഭക്തകൾ തന്നെയാണ്. അവരെത്ര മനോഹരമായി ഗോപികമാര് പറയുന്നു, പതിസുതന്വയം ഭ്രാതബാന്ധവാൻ അതിവിലംഘ്യതേന്ത്യച്യുതാഗതാം ഗതിവിദസ്തവൽ മോഹിതാ കിതവയോഷിതാ കസ്ത്യജന്നിഷി. ഞങ്ങൾ ഭർത്താവുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, എല്ലാം വിട്ടുകൊണ്ട് പരിപൂർണമായി അങ്ങയുടെ അടുത്തേക്ക് വന്നത് ഭഗവാനെ ഞങ്ങളെ തന്നെ അങ്ങയിലേക്ക് സമർപ്പിക്കാനാണ്. അത്രയും ഒരു പൂർണ്ണമായ സമർപ്പണത്തിൻ്റെ ഭക്തി കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. ആ കഴിവ് നമ്മളിലുണ്ട്, അത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് പറയുന്നു, ഭഗവാനെ ആശാസാനോ ന വൈഭൃത്യ സ്വാമിന്യാ ശിഷ്യ ആത്മനാം ന സ്വാമി ഭൃത്യത സ്വാമിം ഇച്ഛതം യാതിജാശിഷാം. ആശാസാനോ ന വൈഭൃത്യ, ആരെങ്കിലും ഭഗവാനിൽ നിന്ന് വല്ലതും ആശിക്കുന്നുണ്ടെങ്കിൽ, തന്നെ സമർപ്പിക്കുന്നതിന് പകരം മറ്റു വല്ലതും ഭഗവാനിൽ നിന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ അവനാരല്ല? ഭക്തനല്ല. ഇനി പറയുന്നു, ഭഗവാനോ ന സ്വാമി ഭൃത്യത സ്വാമിം ഇച്ഛൻ. ഭക്തൻ ചോദിക്കുന്നത് അവന് തന്നിലേക്ക് ചേരാനുള്ള ഉള്ള കഴിവുണ്ടായിട്ടും അവനെ ഉയർത്താതെ അവന് വേണ്ടാത്തതൊക്കെ കൊടുക്കുന്ന സ്വാമിയല്ല എന്നാണ്. ആരുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയണത് അറിയോ? ചില്ലറക്കാരൻ്റെ മുഖത്ത് നോക്കിയിട്ടല്ല പറയണത്. കൃഷ്ണൻ്റെയൊക്കെ മുന്നിൽ നോക്കി പറയാൻ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നരസിംഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഞാൻ ഇനിയിപ്പോൾ അങ്ങ് ചോദിക്കേണ്ട, ഞാൻ തന്നെ വല്ലതും ചോദിച്ചാൽ അങ്ങ് തരികയാണെങ്കിൽ ഞാൻ അങ്ങേ ഈശ്വരനല്ല എന്ന് പറയുന്നതാണ്. ഇത് പറയാൻ തൻ്റെ ഇടം കാണിച്ചൊരു പ്രഹ്ലാദന് കഥ മനസ്സിലാക്കൂ നിങ്ങൾ. ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു, അതുകൊണ്ട് അഹം തു അകാമ, ഞാൻ ആരാണ്? അകാമിയാണ്. അകാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹമില്ലാതെ എന്നെ തന്നെ സമർപ്പിക്കണമെന്നുള്ള മനസ്സ്. അകാമ തുൽ ഭക്ത, അങ്ങനെയുള്ളവരാണ് ഭക്തന്മാര്. മറ്റുള്ളവരോ? മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്നത്?
ഇങ്ങോട്ട് വല്ലതും കിട്ടണം എന്നുള്ള മോഹമുള്ളവരൊന്നും പ്രഹ്ലാദന്റെ ഭാഷയിൽ ആരല്ല? ഭക്തരല്ല. തന്നെ അങ്ങോട്ട് സമർപ്പിക്കണം എന്നുള്ളവരാണ് യഥാർത്ഥ ഭക്തന്മാര്. ഇനി നിങ്ങൾ നെഞ്ചിൽ കൈവച്ച് ചോദിക്കും, ഞാൻ അങ്ങനെയുള്ള ഒരു ഭക്തനാണോന്ന്? ഇത്തിരി പ്രയാസം ഉണ്ടാവും. കാരണം നമ്മൾ മറ്റേതാ പഠിച്ചത്, ഏത്? കൈക്കോട്ട് ഭക്തി. കൈക്കോട്ട് പ്രത്യേകത എന്താ അറിയോ? മൺവെട്ടിയില്ലേ, ഇങ്ങോട്ടാണ്. അങ്ങോട്ട് കൊടുത്ത് ശീലല്ലേ അതിന്. അങ്ങനെയാ ശീലിച്ചിരിക്കുന്നത്. അത്ര നമ്മളുണ്ടല്ലോ യാചിച്ച് ശീലിച്ചു പോയി. അതുകൊണ്ട് അഹം ത്വകാമത്വൽ ഭക്ത ത്വം ച സ്വാമി അനഭാശ്രയ. അവിടുന്ന് ആരെയും ആശ്രയിക്കാത്ത സ്വാമിയാണ്. എന്ന് വെച്ചാൽ അങ്ങയുടെ നിലനിൽപ്പിന് ഞങ്ങളൊന്നും തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അന്യദേഹാവയോരർത്ഥോ രാജസേവകയോരിവാം. ഒരു രാജാവിൻ്റെ താഴെ നിൽക്കുന്ന ഭൃത്യന്മാരെ പോലുള്ള ഒരു ബന്ധമല്ല നമ്മൾ തമ്മിൽ ഗുരുവായൂരപ്പ. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്, അങ്ങ് ഗുരുവാണ്, ഞാൻ അവിടുത്തെ ശിഷ്യനാണ്. എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അങ്ങ് ഏതൊരു തത്വത്തിൽ ഉറച്ചു നിൽക്കുന്നോ അതേ തത്വത്തിലേക്ക് എന്നെയും ഉയർത്തണം. അതിനുള്ളൊരു വഴികാട്ടിയായിട്ട് ഞാൻ അങ്ങേ കാണുന്നു. അതുകൊണ്ട് എനിക്ക് ഇനി അങ്ങൊരു ഗുരു എന്നുള്ള സ്ഥാനത്ത് എനിക്ക് ഒരു വരം തരികയാണെങ്കിൽ ഒരു വരം എനിക്ക് തന്നോളൂ. അതെന്താണ്? യതിരാശീഷമേ കാമാൻ വരം സ്വം വരദർശവ കാമാനം ഹൃദ്യ സംരോഹം ഭവതസ്തോ വൃണേ വരം. ഞാനൊരു വരം ചോദിക്കുകയാണ്, അങ്ങക്ക് വരം തരണം എന്നൊരു മോഹമുണ്ടല്ലോ, ആ വരം എനിക്ക് തന്നോളൂ. അതെന്താണ്? കാമാനം ഹൃദ്യ സംരോഹം. ഇനി എന്തെങ്കിലും എൻ്റെ മനസ്സങ്ങയിൽ നിന്ന് പ്രതീക്ഷിച്ചു പോയാൽ ആ പ്രതീക്ഷകളെ എൻ്റെ ഉള്ളിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട്, അതല്ല ചോദിക്കേണ്ടത് ഉണ്ണി, നീ നിന്റെ മനസ്സിനെ തന്നെ എന്നിലേക്ക് സമർപ്പിക്കൂ എന്നെനിക്ക് വഴി കാണിച്ചു തന്നോളെന്നാണ്. ഇനി അറിയാതെ എങ്ങാനും അമ്പലത്തിലെങ്ങാനും പോകുന്ന സമയത്ത് വീണ്ടും പണ്ടത്തെ സ്വഭാവം പൊങ്ങി വന്നാൽ, അപ്പൊ ഭഗവാനെ ഞാൻ ചോദിക്കുമ്പോഴേക്കും അങ്ങ് എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിക്കണം, ചോദിക്കാനല്ല വരേണ്ടത്, നിന്റെ മനസ്സിനെ പരിപൂർണമായി സമർപ്പിക്കൂ. പട്ടതിരിപ്പാടിൻ്റെ ശ്ലോകം മറക്കരുത്. നമ്രാണം സന്നിധത്തെ സതതമപി പുരസ്ഥയ്യനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രം ഗതിം ച. എത്ര ആയിരം തവണ പറഞ്ഞ ശ്ലോകമാണത്. നമ്രാണം, ചെല്ലേണ്ടത് നമ്മളെ തന്നെ ഭഗവാനിലേക്ക് സമർപ്പിക്കാനാണ്. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ വിമുഞ്ചതി യഥാ കാമൻ മാനവോ മനസി സ്ഥിതൻ തരിഹേവ പുണ്ഡരീകാക്ഷാം ഭഗവത്വായ കൽപ്പതേ. ആരാണോ തൻ്റെ മനസ്സിലുള്ള കാമനകളെ വിട്ട്, കാമനകൾ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് വല്ലതും കിട്ടണം എന്നുള്ള ചിന്ത വിട്ടുകൊണ്ട് തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നത്, അവൻ ഭഗവത്വായ കൽപ്പതേ. ഈ ജന്മം ഇവിടെ വെച്ച് അവൻ്റെ മനസ്സിനെ ആരിലേക്ക് എത്തിക്കാൻ പറ്റും? അങ്ങനെ എൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉയർത്താൻ വന്ന പരമഗുരു ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ ഹരേ അദ്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനേ. നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ ഹരേ അദ്ഭുത സിംഹായ ബ്രഹ്മണേ പരമാത്മനേ. എൻ്റെ പരമാത്മാവായിരിക്കുന്ന, സർവചരാചരങ്ങളിലും ബ്രഹ്മമായിരിക്കുന്ന, ഇപ്പോൾ അത്ഭുത രൂപം എടുത്തുകൊണ്ട്, സിംഹരൂപം എടുത്തുകൊണ്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്ന പരമാത്മാവായ ഭഗവാനെ, അവിടത്തേക്ക് എൻ്റെ നമസ്കാരം. നരസിംഹമൂർത്തിയെ കാണുന്നത് തൻ്റെ പരിപൂർണമായ അന്ധരാത്മാവായി കണ്ടുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഇത് കേട്ടതും ഭഗവാന് വളരെ സന്തോഷമായി. എത്ര ഒരു സന്തോഷം എന്നൊക്കെ ഭഗവാൻ അതിനുത്തരം പറയണം. നൈകാന്തിനോ മേ ജയിച്ചാത്യുഹാശിഷാം ആശാസസേ മുത്രയേ ഭവൽഭിത അതാപി മന്വന്തരമേതത്രേ ദൈത്യേശ്വരാണം അനുപുംക്ഷപോഹൻ ന ഏകാന്തിനോ മേ മയി ജാത്യുഹാശിഷ. ഉണ്ണി, നിന്റെ മനസ്സുണ്ടല്ലോ എന്നിൽ നിന്ന് വിട്ട് മറ്റൊന്നും ചിന്തിക്കാതെ, മറ്റൊന്നും ഉണ്ണി ചിന്തിച്ചില്ല. അപ്രകാരം ഉണ്ണിയുടെ മനസ്സ് പരിപൂർണമായി എന്നിലേക്ക് അർപ്പിക്കുക വഴി ഉണ്ണി വളരെ ഭാഗ്യവാനാണ്, ധന്യനാണ്. ഉണ്ണിക്ക് അനന്തം ഭോഗങ്ങൾ ഈ ഭൂമിയിൽ എന്തൊക്കെ അനുഭവിക്കാണ്ടോ അതൊക്കെ അനുഭവിക്കാൻ സാധിക്കട്ടെ. ഉണ്ണി എങ്ങനെ ജീവിക്കണം പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്തുനിന്ന്. ഭോഗേന പുണ്യം കുശലേന ഭാവം കളേഭരം കാലജവേന ഹിത്വാ കീർത്തിം വിശുദ്ധാം സുരലോകഗീതം വിദായ മാമേഷസി മുക്തബന്ധാം. ഭോഗേന പുണ്യം, ഭോഗേന പുണ്യം, രാമായണത്തിലെ വരികൾ ഓർക്കൂ. ഭോഗത്തിനായി കൊണ്ട് കാക്ഷിക്കുകയും വേണ്ട
ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സുഖസൗകര്യങ്ങളുണ്ടോ ഒന്നും വിടുവൊന്നും വേണ്ട, അതൊക്കെ അനുഭവിച്ചോളൂ, സുഖങ്ങളൊക്കെ അനുഭവിച്ചോളൂ. പക്ഷെ ദുഃഖങ്ങൾ വരുമ്പോൾ എന്ത് വേണം? കുശലേന പാപം. ദുഃഖങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം? കുശലതയോടുകൂടി. എന്താ കുശലത? സമത്വം. ഏത് ബുദ്ധിയിൽ കാണണം? സമബുദ്ധിയിൽ ദുഃഖങ്ങളെ, വിഷമങ്ങളെ, പാപങ്ങളെ, ബുദ്ധിമുട്ടുകളെ കാണാൻ നമ്മൾ പഠിക്കണം. അങ്ങനെ നമ്മുടെ മനസ്സിന് സാധിച്ചു കഴിഞ്ഞാൽ കീർത്തിം കാലജവേന, കാലക്രമേണ കൊണ്ട് മനസ്സ് പരിപൂർണമായി സമത്വ ബുദ്ധി വന്ന് അവസാനം മാം ഏഷ്യസി മുക്തബന്ധ, എല്ലാ ബന്ധനത്തിൽ നിന്ന് മുക്തമായി എവിടെ എത്തിച്ചേരും? ഭഗവാനിൽ എത്തിച്ചേരും. നോക്കണേ, ഭഗവാനാണോ പ്രഹ്ലാദനെ തന്നിലേക്ക് എത്തിക്കുന്നത്? ഈ ശ്ലോകം കൊണ്ട് എന്താ മനസ്സിലാവുന്നത്? നീ ഇപ്രകാരം ജീവിച്ചാൽ നിന്റെ മനസ്സ് എന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പൊ ആരാണ് ഭഗവാനിലേക്ക് മനസ്സിനെ എത്തിക്കേണ്ടത്? ഓരോരുത്തരും അവരവർ തന്നെ പ്രയത്നിച്ചെത്തിക്കണം. ഭഗവാൻ എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഞാൻ നിന്നെ മനസ്സിനെ എന്നിലേക്ക് എത്തിച്ചോളാന്ന്? ഉണ്ടോ? ഇത് ഹിന്ദുക്കൾ ശരിക്കും മനസ്സിലാക്കൂ. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊന്നും ചിലരൊക്കെ ധരിച്ചിരിക്കുന്നതുണ്ടല്ലോ, ഇതൊന്നും പഠിക്കൊന്നും വേണ്ട, ഒക്കെ ആര് നോക്കിക്കോളും? ഒക്കെ ഗുരുവായൂരപ്പ 100 റുപ്യ മാസം തരുന്നില്ലേ ഗുരുവായൂരപ്പ, ഒക്കെ അങ്ങ് നോക്കിക്കോളൂ എന്ന്. ആ വിഡ്ഢിത്തത്തിൽ നിന്നൊക്കെ ഉയരും നമ്മൾ. അങ്ങനെ ഒരു 100 രൂപയുണ്ട് ഒരു ഗുരുവായൂരപ്പനും നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല. അങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കുലം നോക്കില്ലായിരുന്നു. ചിന്തിക്കൂ നിങ്ങൾ, സ്വന്തം സഹോദരിയുടെ പുത്രൻ അഭിമന്യു തൻ്റെ കൺമുമ്പിൽ വെച്ച് പിടഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ കൃഷ്ണൻ എന്താ രക്ഷിക്കായിരുന്നില്ലേ? കൃഷ്ണൻ രക്ഷിച്ചില്ല. കാരണം കാലനിയമത്തെ തെറ്റിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. തൻ്റെ കുലം തമ്മിൽ തല്ലി ചാകുന്ന സമയത്തുണ്ടല്ലോ, ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. കരഞ്ഞില്ലേ അദ്ദേഹം? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് അതിലൂടെ കടന്നുപോയി. കാരണം ഈ കുലം ഇങ്ങനെ തന്നെ നശിക്കണമെന്ന് മഹാത്മാക്കളുടെ ശാപമുണ്ട്. കാലരൂപ്യന്നമോധത, കാലം അതിൻ്റെ ലീലകളാടട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. പക്ഷെ നമ്മൾ ഹിന്ദുക്കൾ അത് ഉൾക്കൊള്ളില്ല. നമ്മൾ അപ്പോഴും ഉറപ്പിച്ചിരിക്കുന്ന 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊക്കെ ആര് നടത്തി തരണം? ഗുരുവായൂരപ്പൻ നടത്തി തരണം. ഇതാണ് നമ്മുടെ ഭക്തി. അതെന്നൊക്കെ നമ്മൾ ഉയരെന്നെ വേണം. അവസാനം നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ നിരന്തര പ്രയത്നത്തിലൂടെ എത്തിക്കണം. അതുകൊണ്ട് എന്ത് വേണം? ഭോഗേന പുണ്യം കുശലേന പാപം. ഭോഗം അനുഭവിച്ചോളൂ, പക്ഷേ ദുഃഖങ്ങൾ വരുമ്പം കുശലതയോട്. ഇത് പറഞ്ഞു കൊടുത്ത് ഭഗവാൻ, ആ ഉണ്ണി ഭഗവാന്റെ പാതാരവിന്ദത്തിൽ വീണുകൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ എത്രയൊക്കെ അപരാധിയാണെങ്കിലും അവിടുത്തെ കൈകൊണ്ടാണ് മരിച്ചത്, അവിടുത്തെ സ്പർശനമേറ്റിട്ടുണ്ട് ഭഗവാനെ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അവിടുന്ന് ഒന്ന് അനുഗ്രഹിക്കണേ, ഉയർത്തണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറയാണ്, ഉണ്ണി നിന്നെപ്പോലുള്ള ഒരാൾ ഏതു കുലത്തിൽ ജനിക്കുന്നുവോ ആ കുലമുണ്ടല്ലോ 21 തലമുറകളെ പരിശുദ്ധീകരിക്കുന്നതാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഏറ്റവും വലിയൊരു കുലത്തെ പരിശുദ്ധീകരിക്കാനുള്ള വഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ കൂടുതൽ ഭഗവാനിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കുലം തന്നെ പരിശുദ്ധമായി. കുലം പവിത്രം ജനനീ കൃതാത്ത, ആ കുലം പവിത്രമായി തീർന്നതാണ്. ഏതു കുലം? ത്രിസപ്തഭി പിതാ പൂത പിതഭി സഹദേനകാം യൽ സാധോസ്യ ഗൃഹേ ജാതോ ഭവാൻ വൈ കുലപാവനാം. ഭവാൻ, അങ്ങേപ്പോലുള്ളൊരു ഭവാൻ. ഭഗവാൻ ആദരവോട് കൂടിയിട്ടാണ് വിളിക്കുന്നത്. മഹാനായിരിക്കുന്ന 5 വയസ്സുള്ള കുട്ടി നരസിംഹമൂർത്തി വിളിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു യാചിക്കാൻ ചെല്ലുന്ന ഭക്തന്മാരൊക്കെ ഭഗവാൻ വിളിക്കുന്നത് നീ എവിടുന്നാടാ വരുന്നത് എന്ന്. ഒരു ആദരവോട് കൂടിയിട്ടാണ് ഭഗവാൻ കാണുന്നത്. ഭവാൻ ഗൃഹേ ജാതോ, അവിടുത്തെ കുലത്തിൽ ജനിച്ചവരൊക്കെ. സപ്തബി, എത്രയാ സപ്തബി എന്ന് പറഞ്ഞാൽ? ത്രിസപ്തബി. 3 × 7 എത്രയാണ്? 21. ഭഗവാൻ നല്ലോണം മാത്തമാറ്റിക്സ് അറിയുന്ന ആളാണ്. ഈ കണക്കൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾ കണക്ക് മനസ്സിലാക്കിയിരുന്നു. ത്രിസപ്തബി പിത, നിന്റെ പിതാമഹന്മാർ പൂത പരിശുദ്ധരാവട്ടെ എന്നാണ്. അല്ലെങ്കിൽ നിന്റെ പിതാവ് ഈ കുലത്തിൽ വന്ന് ജനിക്കുക കാരണം, ആ 21 തലമുറകളിൽപ്പെടുക കാരണം നിന്റെ പിതാവും പരിശുദ്ധീകരിക്കട്ടെ. അങ്ങനെ 21 തലമുറകളെ പരിശുദ്ധീകരിക്കാൻ ഏത് അമ്പലത്തിലാണ് വഴിപാട് ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കുക തന്നെ വേണം. അപ്പം നമ്മുടെ കയ്യിൽ കഴിവുകളുണ്ടായിട്ടും നമ്മുടെ കയ്യിൽ ശക്തികളുണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ തെരഞ്ഞു പിടിച്ച് നടക്കുകയാണ്. ഇനിയിപ്പോൾ ആർക്കാണ് എൻ്റെ വീട് നേരെയാക്കാൻ പറ്റുകയാണ്? നമ്മുടെ വീട് നേരെയാക്കാൻ എവിടെയും പോകേണ്ട ആവശ്യമില്ല. എവിടെ തന്നെ ഉണ്ട് കഴിവ്? നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് കഴിവ്. പക്ഷെ ഉപയോഗിക്കണ്ടേ? അത് ഉപയോഗിക്കണമെങ്കിൽ പ്രഹ്ലാദനെ പോലുള്ളൊരു
ഭക്തിയൊക്കെ നമുക്ക് വേണം, വിവേകമൊക്കെ നമുക്ക് വേണം, അത് കൈവരിക്കണം. അതുകൊണ്ട് ഭഗവാൻ പറയണോ, ഇനി ഇവിടെ ശ്രദ്ധിക്കുകയെ, എത്ര എത്ര ച മൽഭക്താം പ്രശാന്ത സമദർശിന സാധവ സമുദാചാരാം തേ പൂയന്ത്യപികീകടാം. എത്ര എത്ര ച മൽഭക്താം, ഭട്ടതിരിപ്പാട് പറയുന്നത്, പഠന്തോ നാമാനി പ്രമദപരസിന്ധോ നിപതിതാം സ്മരന്ധോ രൂപം തേ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താം ത്വയി ഖലു പരം രമന്തേ പരമമോൻ അഹം ധന്യാൻ മന്യേ എന്നാണ്. അവരാണ് ധന്യന്മാർ എന്നാണ്. അതുപോലെ ഭഗവാൻ പറയണു, മൽഭക്ത പ്രശാന്ത, എൻ്റെ ഭക്തന്മാര്, പ്രശാന്തന്മാരായിരിക്കുന്ന ഭക്തന്മാര് അവരെന്ത് ചെയ്യണു, തേ പൂയന്തി കീകട, അവരെ ദുഷിച്ച സ്ഥലത്തെ പോലും പരിശുദ്ധീകരിക്കണമെന്ന്. അപ്പോൾ ഒരു വാസ്തുപ്രകാരം ശരിയല്ലാത്ത വീട് പോലും ശരിയാക്കാൻ ആർക്ക് സാധിക്കും? ഒരു ഭക്തന് സാധിക്കും. തമാശയല്ല പറയണത്. എത്ര നെഗറ്റീവ് എനർജിയുള്ള സ്ഥലത്തെയും നമുക്ക് പോസിറ്റീവ് എനർജി ആക്കാൻ പറ്റും. ചിന്തിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, ഇന്നാണെങ്കിൽ ആളുകൾക്കാകെ പ്രശ്നങ്ങളാണ്. കാരണം വീട്ടിൽ ഒരു ദിവസം ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഉടനെ നോക്കി വാസ്തുക്കാരാണെങ്കിൽ ഒരു ഇര കിട്ടാൻ കാത്തിരിക്കുകയാണ്. കാരണം ഒരു ഫ്ലാറ്റും വാസ്തുപ്രകാരം ശരിയാവില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കുളിമുറി ഇവിടെ ആവരുത്, ടോയ്ലറ്റ് ഇവിടെ ആവരുത്, അടുക്കള ഇവിടെ ആവരുതെന്ന്. ഇതെവിടെ കൊണ്ട് പൊളിക്കാൻ പറ്റും ഇനി? പിന്നെ ചിന്തകളായി, അടുക്കള ശരിയില്ലാത്തതുകൊണ്ടാണ് ഭർത്താവ് ശരിയില്ലാത്തതെന്ന്. അടുക്കളയും ഭർത്താവായിട്ട് ഘടിപ്പിച്ചു, ഭർത്താവും ഘടിപ്പിച്ചു. എന്ത്? ബാത്റൂമിൽ ആ പൊസിഷൻ ശരിയില്ലാത്തതുകൊണ്ടാണ് ഭാര്യയുടെ സ്വഭാവം ശരിയില്ലാത്തതെന്ന്. ഇങ്ങനെ ബാത്റൂമും ഭാര്യയായിട്ട് ഘടിപ്പിച്ചു. ഇങ്ങനെ മനസ്സ് മുഴുവൻ, ഞാൻ തമാശയല്ല പറയുന്നത്, എത്ര ആളുകൾ അതിന് വേണ്ടിയിട്ട് കോടികൾ ചെലവഴിക്കുന്നുണ്ട്. ജീവിതം മുഴുവൻ ഇങ്ങനെ അടുക്കള മാറ്റാനും ബെഡ്റൂം മാറ്റാനുമായിട്ട് നടക്കണോ? അവിവേകികൾ അറിയുന്നില്ല. ഈ ദുഷിച്ച സ്ഥലത്തെയും നമുക്ക് എന്താക്കാം? പോസിറ്റീവാക്കി മാറ്റാനുള്ള കഴിവ് നമ്മുടെ മനസ്സിന് ഭഗവാൻ തന്നിട്ടുണ്ട്. ഒന്ന് നാമം ജപിക്കേ വേണ്ടൂ, ഒന്ന് ഉച്ചത്തിൽ നാമം ജപിച്ച് അവിടെ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കേ വേണ്ടൂ. പക്ഷെ അതിന് തയ്യാറില്ലാതെ എന്തൊക്കെ ജനവാതിൽ കുത്തിപ്പൊളിച്ച് മാറ്റിയാലും, എന്തെല്ലാം വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയാലും ഇതിനൊന്നും ശാശ്വത പരിഹാരം ഇല്ല എന്ന് പറയണം. വാസ്തു തെറ്റാണെന്നല്ല പറയണത്, പക്ഷേ വാസ്തു മുഴുവൻ ശരിയായാലും നമ്മൾ ശരിയായിക്കൊള്ളുന്നില്ല. ഇൻ ഓൾ ദ കംഫർട്ട്, എല്ലാ കംഫർട്ടിൻ്റെ ഉള്ളിലും നിങ്ങൾക്കപ്പോഴും സംശയത്തോടുകൂടി കിടക്കാം, നിങ്ങൾക്കപ്പോഴും അസ്വസ്ഥരായി കിടക്കാം. എന്നാൽ നിരന്തരം നാമം ജപിക്കുന്ന ഒരു സംസ്കാരം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഭാഗവതമൊക്കെ എടുത്ത് വായിക്കൂ, നാരായണി എടുത്ത് വായിക്കൂ, ഗീത എടുത്ത് വായിക്കൂ, രാമായണം എടുത്ത് വായിക്കൂ, അതിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളൂ. അങ്ങനെ ഉൾക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അന്തരീക്ഷത്തെ നമുക്ക് മാറ്റം വരുത്താം. അതെന്തുകൊണ്ടാണ് പലർക്കും തോന്നാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഭക്തിക്കുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലരും നാമം ജപിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണേ പറയണത്, നാമം ജപിക്കുന്നുണ്ട്. ഏതുപോലെയാണ് നമ്മുടെ നാമം എന്നറിയോ? മുന്നിൽ ലഡു വെച്ചിട്ട് അതിനെ നോക്കിക്കൊണ്ട് ലഡു 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 പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ലഡുവിൻ്റെ കുറേ നാമങ്ങൾ പറയുക, സഹസ്രനാമം. ഓം ലഡുവായ നമ, ഓം പഞ്ചാരപ്രിയായ നമ, ഓം പഞ്ചാരമഗ്നായ നമ, മഞ്ഞ നിറമായ നമ, പീതാംബരായ നമ. ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ ലഡുവിൻ്റെ ആയിരക്കണക്കിന് നാമങ്ങൾ എഴുതി സ്തുതികൾ എഴുതി പാടിയാലും കാര്യമില്ല. എപ്പോഴാണ് കാര്യമുള്ളത്? ലേശെടുത്ത്. ഇതുപോലെ നമ്മൾ നാമം ജപിക്കുന്നുണ്ടെങ്കിലും നാമിയെ അനുഭവിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളടുത്ത്, നാമത്തിലൂടെ മനസ്സാരിലേക്ക് വരണം? നാമിയിലേക്ക്. ആരുടെ നാമമാണ് ഞാൻ ചെല്ലുന്നത്? ഏത് നാമമാണ്? അതാണ് നമ്മൾ ചിന്തിക്കുക, ഏത് നാമം ചൊല്ലണമെന്ന്. ആരുടെ നാമമാണ് ചൊല്ലുന്നത്? ഉത്തരം വരണം, ഈ നാമം എന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ നാമമാണ്. അതുകൊണ്ട് ഞാൻ ആരെ അനുഭവിക്കണം? ഭഗവാനെ അനുഭവിക്കണം. അങ്ങനെ നമ്മൾ ഭഗവാനെ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേ, ക്രമേണ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്ക് ഈ ചെയ്യുന്നതിൽ നിന്നൊക്കെ സംതൃപ്തിയും സന്തോഷവും ആനന്ദവും കിട്ടുകയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നമുക്ക് സംശയങ്ങളും, എപ്പോഴും സംശയങ്ങളും വിഷമങ്ങളും മാത്രമേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ പറയുന്നത്? ശ്രദ്ധിക്കൂ. അതുകൊണ്ട് ഏത് ദുഷിച്ച സ്ഥലത്തെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല സ്ഥലങ്ങളാക്കി മാറ്റാൻ പറ്റും. ഇന്ന് നമ്മൾ ഭാരതത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ, ഏത് ക്ഷേത്രങ്ങളുടെയും പിന്നിൽ ഒരു മഹാത്മാവിൻ്റെ തപസ്സുണ്ടായിരിക്കും.
ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും ഗുരുവായൂരിൽ വന്ന് തൊഴുതു പോകുമ്പോണ്ടല്ലോ, അവിടെ എത്രയോ മഹാത്മാക്കൾ തപസ് ചെയ്ത സ്ഥലമാണ്. ആ തപസ്സിൻ്റെ ശക്തി കൊണ്ടാണ് ഭഗവാന്റെ ചൈതന്യം അവിടെ നിറഞ്ഞു നിൽക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ കൃഷ്ണന്മാരില്ലേ, അവിടേക്ക് എന്താ എല്ലാവരും പോവാത്തത്? ഗുരുവായൂരിൽ തന്നെ എത്ര